ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാണ്. ചാപ്റ്റർ നമ്പർ പേര് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പൈസ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി ചൂസ് ചെയ്ത പല മെത്തേഡ്. നിങ്ങളത് CMA ചൂസ് ചെയ്തു, ഞാൻ അതിന് CS ചൂസ് ചെയ്തു, വേറെ കുറേ സ്റ്റുഡൻസ് എന്താണ് CA ചൂസ് ചെയ്യുന്നു. അപ്പോൾ പലരും എന്താണ് പല രീതിയുടെ ചൂസ് ചെയ്യുന്നു, കറക്റ്റ് അല്ലേ? പക്ഷെ എല്ലാവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? പൈസ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ CAയുടെ അതേ സബ്ജക്റ്റ് ആയിരിക്കുമോ CMAയ്ക്കും പിന്നെ CMSനും? അല്ല, അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ പല ആൾക്കാരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിനകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കമ്പനീസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേടിക്കേണ്ട. അതിനുശേഷം വേറൊരു ടൈപ്പ് ഉണ്ട് LLP എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കമ്പനി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരും വ്യത്യാസമാണ്, അതിൻ്റെ ഫീച്ചേഴ്സും വ്യത്യാസമാണ്. CAയുടെ അതേ സബ്ജക്റ്റ് അല്ല CMAയ്ക്ക്, പക്ഷേ അൾട്ടിമേറ്റ് എയിം എന്താണ്? പൈസ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പല രീതിയുണ്ട്. അതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ രീതിയുടെ പേരാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ബിഫോർ ഇൻഡിപെൻഡൻസ് ആയതുകൊണ്ട് ഇന്ത്യ നമ്മൾ യൂസ് ചെയ്യുന്നു. മക്കളെ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആക്ടിൻ്റെ ഒരു സ്നിപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് 1 ഒക്ടോബർ 1932 എപ്പോഴാണ്? 1 ഒക്ടോബർ 1932 ഒരു കോശം പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 69 എന്ന് പറയുന്നത് മാത്രം 1 ഒക്ടോബർ 1933 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1 ഒക്ടോബർ 1933 എന്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സെക്ഷൻ 69 എന്താണ് പറയുന്നത്? കുറച്ച് സിമ്പിൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരേപോലെയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിനേഷന് പഠിക്കാതെയും പഠിച്ചിട്ട് പോയാലും ഒരേ റിസൾട്ടാണോ? അല്ല. പഠിച്ചിട്ട് പോയാൽ കൂടുതൽ മാർക്കും പഠിക്കാതെ പോയാൽ പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസസ്, പ്രശ്നങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 69. നമ്മൾ മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നിച്ച് 74 സെക്ഷൻസ് ഉണ്ട്, 8 ചാപ്റ്റേഴ്സ് ഉണ്ട്, 2 ഷെഡ്യൂൾസ് ഉണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ മദർ ആക്ട് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ മദർ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. അത് ക്ലിയർ ആണ് മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനാണ്. റിലേഷൻ ആര് തമ്മിലാണ്? ബിറ്റ്വീൻ ദ പേഴ്സൺസ് എന്ന് പറയും. ഇവിടെ ഈ പേഴ്സൺസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് മാത്രമല്ല. ഇവിടെ പേഴ്സൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസും വരും, ഓർഗനൈസേഷൻസും വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ABC ആൻഡ് കോ, നമ്മൾ ഈ കോ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കോർപ്പറേഷൻ കോ എന്ന് പറയുന്നത് ഓക്കെ, കോ അസോസിയേഷൻ. അതായത് ഇതിൻ്റെ അകത്ത് പാർട്ട്നേഴ്സ് ആകാൻ ഇൻഡിവിജ്വൽ, അതായത് എനിക്കും നിങ്ങൾക്കും പറ്റും, ഇൻഡിവിജ്വൽസിന് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസിനും പറ്റും. ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് എന്നൊരു കമ്പനിക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണ്? ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മെമ്പർ ആകാൻ പറ്റും, ക്ലിയർ ആണ്? പാർട്ട്ണർ ആകാൻ പറ്റും, ക്ലിയർ ആണോ? അത്രയും ഓക്കെ അല്ലേ? സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. അപ്പോൾ ആദ്യം അവിടെ എന്ത് വേണമെന്ന് അറിയാവോ? റിലേഷൻസ് വേണം. ഇപ്പോൾ നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു ബന്ധത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാമിലീസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്. അപ്പോൾ ആ റിലേഷൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു റിലയബിലിറ്റിയുടെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. വിശ്വസ്തരായ ആൾക്കാർ, അതായത് ഞാൻ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ 1-2 ആൾക്കാരെ ഞാൻ കൂടെ കൂട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ബിസിനസ് എന്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ലിയർ ആണോ? പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻ ഓഫ് പേഴ്സൺസ്. മിനിമം എത്ര പേര് വേണം? മിനിമം 2 പേര് വേണം. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്? ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. എന്താ ആക്ച്വലി ഇവർ ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് സാറേ ബിസിനസ്സാണ്, ശരിയല്ലേ? ബിസിനസ് എന്താ കിട്ടുന്ന മക്കളെ? ബിസിനസ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, കറക്റ്റ് അല്ലേ? ബിസിനസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും, നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ 2 പാർട്ടീസ് കൂടി ഒരു ബിസിനസ് ചെയ്യുന്നു, ഒരു എഗ്രിമെൻറ്റ് ആക്കിയിട്ട് എഗ്രിമെൻറ്റിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ സാർ ലോസ് ഷെയർ ചെയ്യണ്ടേ? ലോസ് ഷെയർ ചെയ്യും. പ്രോഫിറ്റ് വന്നാൽ ലോസ് ഷെയർ ചെയ്തിരിക്കുമോ? ഇല്ല, ലോസ് നമ്മൾ എന്താണ്? ഷെയർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് ഓൺ ബൈ ഓൾ ഓർ എനി ക്യാരിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് നടത്തുക. ആര് ബിസിനസ് ചെയ്യും? ഒന്നെങ്കിൽ എല്ലാവരും കൂടി ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എയും ബിയും സിയും ഡിയും ഇങ്ങനെ 4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ഈ 4 പാർട്ട്നേഴ്സ് ഉള്ളതിൽ ഒന്നെങ്കിൽ എക്കും ബിക്കും സിക്കും ഡിക്കും ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഡിക്ക് ബിസിനസ് ചെയ്യാം.
അല്ലെങ്കിൽ സിയും ഡിയും കൂടെ ബിസിനസ് ചെയ്യുന്നു, ബാക്കി രണ്ടുപേര് മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് നമ്മൾ സിനെയും ഡിയുനെയും ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്, എയും ബിനെയും സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് പറയും. മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇതിൻ്റെ റിയൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? ഒന്നെങ്കിൽ ബിസിനസ് എല്ലാവർക്കും മാനേജ് ചെയ്യാം, മാനേജ് ചെയ്താലും ബിസിനസ് മുന്നോട്ട് നടത്താം, അല്ലെങ്കിൽ എന്താണ് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ബിസിനസ് വേണമെങ്കിൽ നയിക്കാം. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 5 ഫീച്ചേഴ്സ് പഠിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ സെക്ഷൻ 4ലാണ് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനില്ല, എന്നാലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ പഠിക്കാറുണ്ട്. എല്ലാ ഡെഫിനേഷൻ നമ്മൾ പഠിക്കാനില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ സെക്ഷൻ്റെയും 2 എന്നൊരു എല്ലാ ആക്ടിൻ്റെയും 2 എന്നൊരു സെക്ഷനിലാണ് പറയുന്നത് എന്ന്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 4ലാണ് ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത്, 2ൽ നമ്മൾ ഒന്നും തന്നെ പഠിക്കുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കണ്ടോ, ദ പേഴ്സൺസ് ഹു ഹാവ് entered into partnership with one another are called individually partners. അതായത് ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് ബിസിനസ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ എൻ്റർ ചെയ്തൊരു ബിസിനസ്സിൻ്റെ പേരാണ് നമ്മുടെ പേരാണ് പാർട്ട്നേഴ്സ്. എൻ്റെയും നിങ്ങളുടെയും പേരാണ് പാർട്ട്നേഴ്സ്. ഇത് ജസ്റ്റ് ഒരു പേര് മാത്രമാട്ടോ. നമ്മളിപ്പോൾ ഒരാൾക്ക് പേരിടൂലേ, പേരിട്ട സ്വഭാവം മാറോ? ഇല്ല. അതേപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് ഇതിന് പേരെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പനിയാണെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയും, സോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് പറയും. അത്രേ ഉള്ളൂ. പേരിൽ വലിയ കാര്യമൊന്നും തന്നെ ഇല്ല, ഒരു പേര് കൊടുക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് 4 പേരും ഇൻഡിവിജ്വലി ഞാനും പാർട്ട്ണറാണ്, നിങ്ങളും പാർട്ട്ണറാണ്. കളക്റ്റീവ്ലി നമ്മൾ എന്ത് വിളിക്കൂലേ? കളക്റ്റീവ്ലി ഫേം എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം തനിച്ച് നിൽക്കുമ്പോൾ ഞാൻ പാർട്ട്ണറും, ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫേമിനെയാണ്. അപ്പോൾ നമ്മളില്ലെങ്കിൽ ആരില്ല, ഫേമില്ല. ഫേമില്ലെങ്കിലോ നമ്മളില്ല. ക്ലിയർ ആണോ? ഇതിൻ്റെ ബേസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഈ പറയുന്ന ഒരു പേരുണ്ടല്ലോ, അതിൻ്റെ പേര് ഫേം നെയിം എന്നാണ്. നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫേം നെയിം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സംഭവത്തിൻ്റെ ബേസിൽ തന്നെ നമ്മൾ കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് തന്നെയാണ്. ഒന്നാമത്, പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ്. മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിവിജ്വൽസ് ആകാം, ഓർഗനൈസേഷൻസ് ആകാം. അപ്പോൾ സാർ ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആകാൻ പറ്റും? ഇവിടെ നോക്കുന്നുണ്ടോ? ഓൺലി പേഴ്സൺസ് recognized by law can enter into an agreement with the partnership. അപ്പം നിയമം എന്നാൽ നീ തുടങ്ങിക്കോ അല്ലെങ്കിൽ നീ പാർട്ട്ണർ ആയിക്കോ എന്ന് പറയുന്നവർക്ക് മാത്രമേ എന്താകാൻ പറ്റുള്ളൂ? പാർട്ട്ണർ ആകാൻ പറ്റുള്ളൂ. Therefore, a firm, ഒരു ഫേം എന്ന് പറയുന്നത് ഈസ് നോട്ട് എ പേഴ്സൺ ആണ് റെക്കോഗ്നൈസ് ഇൻ ദ ഐസ് ഓഫ് ലോ. പറയാതെന്നാ സാർ അങ്ങനെ പറയുന്നത്? അതങ്ങനെയാണ്. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് നിയമപ്രകാരം അത് വാലിഡ് ആയ ഒരു സ്ഥാപനമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വേറെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ ആകാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വേറെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ ആകാൻ പറ്റില്ല. ക്യാൻ നോട്ട് ബി എ പാർട്ട്ണർ. അപ്പോൾ സാർ ഒരു പാർട്ട്ണറിന് വേറൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആകുമോ? കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, കോമ്പറ്റിംഗ് ബിസിനസ് ആകരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറിങ് ആപ്പാണ്, സൊമാറ്റോ എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറിങ് ആപ്പാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും പാർട്ട്ണർഷിപ്പാണ് നടത്തും. ഞാൻ സ്വിഗ്ഗിയിലെയും പാർട്ട്ണറാണ്, സൊമാറ്റോയിലെയും പാർട്ട്ണറാണ്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പേരാണ് കോമ്പറ്റിംഗ് ബിസിനസ്. അങ്ങനെ എൻ്റർ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എഗെയിൻ മൈനറിനും ആകാൻ പറ്റില്ല, പക്ഷേ മൈനറിന് ബെനിഫിഷ്യറി ആകാൻ പറ്റുന്നൊരു കോൺസെപ്റ്റ് ആണ് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 30 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിനിമം നമ്പർ പാർട്ട്നേഴ്സ് എത്രയാണ്? 2. മാക്സിമം എത്രയാണ്? 50 ആണ്. ഓക്കെ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് റൂൾസ് ഉണ്ട്. മെറ്റീരിയൽ ചെറിയ പ്രശ്നമുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് റൂൾസ് തന്നിട്ടുണ്ട്. ബാങ്കിങ്ങിൽ 10 നോൺ ബാങ്കിങ് 20 എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആ റൂൾസ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് സൈലന്റ് അബൌട്ട് പെർട്ടിക്കുലർ തിങ്. സോ നൗ വി ആർ ഫോളോവിങ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇവിടെ 2 കോൺസെപ്റ്റ് ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 ഉണ്ട്, ഇത് ആക്ട് ആണ്. അതേപോലെ തന്നെ റൂൾസ് ഉണ്ട്, കമ്പനീസ് റൂൾസ് 2014 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കമ്പനീസ് ആക്ടിൽ പറയുന്നത് 50-ഉം കമ്പനീസ് റൂൾസിൽ പറയുന്നത് 100-ഉമാണ്. ചിലപ്പോൾ സാറേ അവിടെ 4 കാര്യങ്ങളുണ്ട്, 10, 20, 50 എന്ന് പറയും. ഇപ്പോൾ ഏതാ സാർ ഫോളോ ചെയ്യേണ്ടത്? ഒന്ന് തിരിഞ്ഞു പോയി മക്കളെ, ഒന്ന് മാറ്റിക്കോ. അതായത് കമ്പനീസ് ആക്ട് 100-ഉം കമ്പനീസ് റൂൾസ് 50-ഉം പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് റൂൾസാണ്. അപ്പോൾ നമ്മളിവിടെ എത്രയാണ് നമ്പർ? 50. അപ്പോൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 50 ആണ്. സാർ 50 എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ 464 ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഏതെങ്കിലും ടൈപ്പ് ഓഫ് അസോസിയേഷൻ ഒരു നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യാതെ അൺഇൻകോർപ്പറേറ്റഡ് ഓർഗനൈസേഷൻസ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ അതിനെ ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയും.
അപ്പോൾ സാറേ ICMAയിലും ICIക്കും ICSക്കും ഒരു 2 ലക്ഷത്തിന് ആൾക്കാരുണ്ടല്ലോ, 2 ലക്ഷം 1 ലക്ഷം ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് സാർ? അത് വാലിഡ് ആണ്. ഓക്കെ. അല്ലാതെയുള്ള റെക്കഗ്നൈസ്ഡ് എൻറ്റിറ്റീസ് എല്ലാം ഒരു ലിമിറ്റ്, ഇപ്പോൾ കമ്പനീസ് ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് 200 അങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ അതൊക്കെ രജിസ്റ്റേർഡ് ആണ് പറയുന്നതാണ് ഒരു രീതിയിൽ എക്സാമ്പിൾ പറയുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പിൽ ഇറ്റ് മസ്റ്റ് ബി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്ന സമയത്ത് ഇപ്പം എൻ്റെ വൈഫ് ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ ഞാനും എൻ്റെ വൈഫ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഞാൻ പാർട്ട്ണർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ വൈഫും പാർട്ട്ണർ ആകുമോ? ഇല്ല. ഇപ്പം എ എന്നൊരാൾ പാർട്ട്ണറാണ്. എ മരിച്ചു പോകുന്ന സമയത്ത് കുഞ്ഞ് എ ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ട്ണർ ആകില്ല. ബാക്കി പാർട്ട്നേഴ്സും സമ്മതിക്കണം. അതുകൊണ്ട് ഇവിടെ എഗ്രിമെൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ് ഏത് രീതിയിലാണ്? ഓറൽ ആകാം, റൈറ്റിംഗ് ആകാം. നമ്മൾ എഗ്രിമെൻറ്റ് ഒരു പേര് വിളിക്കും, ദാറ്റ് ഈസ് കോൾഡ് ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. മുന്നോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, മൂന്നാമത് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ബിസിനസ്സിൻ്റെ പർപ്പസ് എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ബിസിനസ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നോൺ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങരുത്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നതൊക്കെ പാർട്ട്ണർഷിപ്പിൻ്റെ അണ്ടറിൽ തുടങ്ങിയത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സൊസൈറ്റിയോ ട്രസ്റ്റോ അല്ലെങ്കിൽ സെക്ഷൻ 8 കമ്പനിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ എന്താ, ദസ് എ പാർട്ട്ണർഷിപ്പ് കൻ നോട്ട് ബി ഫോം ഫോർ നോൺ പ്രോഫിറ്റ്. പക്ഷേ സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കമ്പനീസ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാം. അവിടെ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ എയിം എന്താ? സാറേ ലോസ് ഉണ്ടാകും, എന്നാലും എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എയും ബിയും സിയും ഡിയും ഉണ്ട്. ഡി പറയാണ് നിങ്ങൾക്ക് ലോസ് മാത്രം, ലാഭമല്ല ഞാൻ എടുക്കുക. നടക്കുമോ? ഓൺലി പ്രോഫിറ്റ് നടക്കില്ല. പക്ഷെ എ പറയാണ് ഞാൻ തന്നെ എല്ലാ ലോസും നോക്കിക്കോളാം. അത് നടക്കും. ഓക്കെ, അത് നടക്കും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് മാത്രം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, സോൾവെൻ്റ് അല്ല. ഇപ്പോൾ എല്ലാവർക്കും ഈ ബേർഡൻ കൊടുത്താൽ ചിലപ്പോൾ ഇവരെല്ലാം ഇൻസോൾവെൻ്റ് ആയി പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം, അത് ഇൻഡിവിജ്വലി വിട്ടതാണ് കേട്ടോ. There can be no partnership where only one of the partners is entitled. എല്ലാ പ്രോഫിറ്റും ഞാൻ തന്നെ വാരി എടുക്കുന്നു. അത് നടക്കില്ല. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ബട്ട് an agreement to share the losses is not an essential element. അതായത് ലോസ് ഷെയർ ആണെങ്കിൽ ഒരു നിർബന്ധമില്ല. ഇത് വേണമെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു 1 or more partners to agree to share all the losses. ഇപ്പൊ ഞാൻ പറയാണ് ലോസ് ഉണ്ട് ഞാൻ എടുത്തോളാം, ഒരു കുഴപ്പമില്ല, പറ്റൂ, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞാലോ നടക്കില്ല. ഓക്കെ, ഒരു പക്ഷേ ഒരു ലോസ് ഷെയറിംഗ് റേഷ്യോ ഇല്ല എന്നിരിക്കട്ടെ. ഹവർ ഇൻ ദ ഈവന്റ് ഓഫ് ലോസസ് അൺലെസ് അതർവൈസ് എഗ്രീഡ്, ഒരു എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ എന്താണോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതേ രീതിയിൽ പറയണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ്. മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരുടെയാ? നിങ്ങളുടെ അല്ലേ? ഡു ദ ബിസിനസ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്, സെക്കൻഡ് ഓപ്ഷൻ എനി ഓഫ് ദം. ഇവിടെ എനി എന്ന് പറഞ്ഞാൽ ഒന്നല്ല കേട്ടോ, ഒന്നിൽ കൂടുതൽ. ഫോർ എക്സാമ്പിൾ 2 പേരുണ്ട്. ഒരാൾ പറയുന്നത് ഞാൻ ബിസിനസ് ചെയ്യാം ആക്റ്റീവായിട്ട്, മറ്റൊരാൾ പറയുന്നു ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല സ്ലീപ്പിംഗ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 50 പാർട്ട്നേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ കോൺസെപ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഏജൻസി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ 2 ടൈപ്പ് ഓഫ് ഏജൻസി ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് ഫേമാണെന്ന് വെച്ചോ. ഓക്കെ, ഇത് ഫേമാണ്. 4 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും സിയും ഡിയും. നമ്മളുടെ ഫസ്റ്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എയും ബിയും സിയും ഡിയും ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഫേമിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നിങ്ങൾ തൊഴിലാളിയാണോ മുതലാളിയാണോ? തൊഴിലാളിയാണ്. ശരി, നിങ്ങൾ കാരണം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന. അപ്പം നിങ്ങൾ ആരുടെ ഏജന്റാ? ഏജന്റ് ഓഫ് ഫേമാണ്. കറക്റ്റ് അല്ലേ? ഏജന്റ് ഓഫ് ഫേമാണ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിലെ ഒരു വളരെ പ്രത്യേകതയാണ് ആക്ട് പറഞ്ഞില്ലേ, എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ആ സിറ്റുവേഷനിൽ ഇപ്പോൾ പറയാണ് എല്ലാ പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഡോണ്ട് വറി. ഓക്കെ, എല്ലാ പണിയും ഞാൻ ചെയ്തോളാം. ആർക്ക് വേണ്ടിയാ?
ബിക്ക് വേണ്ടിയും സിക്ക് വേണ്ടിയും ഡിക്ക് വേണ്ടിയും. അപ്പോൾ എ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ബിയും സിയും ഡിയും. അപ്പോൾ എ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ എന്നാ ബന്ധമുള്ളത്? ബിയും സിയും ഡിയും പ്രിൻസിപ്പലും എ ഏജന്റും. ഏജന്റ് എന്തായാലും ലയബിൾ, കൂടെ ആരും കൂടെ ലയബിൾ? പ്രിൻസിപ്പലും കൂടെ ലയബിൾ. അപ്പോൾ ഇവിടെ ഏജന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, ഏജന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ഓക്കെ, നോക്കിയാൽ കേട്ടോ, വായിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ കേർഡിനൽ. കേർഡിനൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൽ. യു cannot avoid this one. There should be a binding contract. മ്യൂച്വൽ ഏജൻസി തന്നിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റ് എന്തെങ്കിലും ചെയ്താൽ പ്രിൻസിപ്പൽ ലയബിൾ ആണ്, പ്രിൻസിപ്പാൾ ലയബിൾ ആണ്. അതാണ് ഈ മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ an act of one partner in the course of business of the firm is in fact act of all partners. എന്താ പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. an act done one partner, ഒരു പാർട്ട്ണർ ചെയ്തൊരു കാര്യം കേട്ടോ, ഒരു പാർട്ട്ണർ ചെയ്തൊരു കാര്യം ഏത് സമയത്ത്? കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ആര് ചെയ്ത പോലെയാ? എല്ലാ പാർട്ട്നേഴ്സും ചെയ്ത പോലെയാ. അപ്പോൾ എന്താ മ്യൂച്വൽ ഏജൻസി പറഞ്ഞാൽ? മ്യൂച്വൽ ഇത്രയേ ഉള്ളൂ സാറേ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ എന്തെങ്കിലും ചെയ്താൽ, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ബാക്കി പാർട്ട്നേഴ്സ് അതിന് ലയബിലിറ്റി ഉണ്ടാകും. ചെയ്തത് ഒരാളാണെങ്കിലും റെസ്പോൺസിബിലിറ്റിയും വേറൊരാളും കൂടെ ഏറ്റെടുക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ട് പഠിക്കുന്നത് സെക്ഷൻ നമ്പർ 18 നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈച്ച് പാർട്ട്ണർ ക്യാരിങ് ഓൺ ദ ബിസിനസ് ഈസ് പ്രിൻസിപ്പാൾ ആസ് വെൽ ആസ് ഏജന്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ക്ലിയർ ആണ് മക്കളെ? ബേസിക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ബേസിക്, ഇവിടെ വരെയും പഠിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ബേസിക് എലമെന്റ്സ് ആണ് പഠിക്കുന്നത്. ഇനി പഠിക്കുന്നത് രണ്ടുപേരും കൂടി എന്ത് ചെയ്താലും പാർട്ട്ണർഷിപ്പാണോ? അല്ല, രണ്ടുപേരോട് എന്ത് ചെയ്താലും പാർട്ട്ണർഷിപ്പായിട്ട് വരില്ലല്ലോ. ക്ലിയർ അല്ലേ? അവിടെ എന്ത് വേണം? ഒരു ട്രൂ ടെസ്റ്റ് ഉണ്ട്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് സെക്ഷൻ 6 ട്രൂ ടെസ്റ്റ്. അതായത് രണ്ടുപേരും കൂടി എന്ത് ചെയ്താലും പാർട്ട്ണർഷിപ്പ് ആണോ? അല്ല സാറേ, എല്ലാം പാർട്ട്ണർഷിപ്പ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രൂ ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ദിസ് വൺ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് എങ്ങനെയാവാം? ഓറലും ആകാം. അപ്പോൾ എഗ്രിമെൻ്റ് ഉണ്ടാകുന്ന നിർബന്ധമില്ല, പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടാകുന്ന നിർബന്ധമില്ല, രണ്ടുപേരും എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകാൻ ഒരു വകയുമില്ല. പക്ഷെ ഒരു കാര്യം എന്താണ് എപ്പോഴും ഉണ്ടാകണം? എന്താ അത്? ഇറ്റ് ഈസ് മ്യൂച്വൽ ഏജൻസി. അപ്പോൾ ഈ മ്യൂച്വൽ ഏജൻസി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ദർ ഈസ് നോ പാർട്ട്ണർഷിപ്പ്. എന്താണ്? മ്യൂച്വൽ ഏജൻസി ഇല്ലെങ്കിൽ ദർ ഈസ് നോ പാർട്ട്ണർഷിപ്പ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് കേസ് ലോ ആണ്. ഈ കേസ് ലോ നമ്മൾ നോക്കുന്ന സമയത്ത് കേട്ടോ, കേസ് കൊടുക്കുന്ന ആളുടെ പേര് നമ്മൾ ലോ ലാംഗ്വേജിൽ പ്ലെയിൻറ്റിഫ് എന്ന് പറയും. എന്താണ് പ്ലെയിൻറ്റിഫ്? വാദിപ്രതി എന്ന് പറയില്ല, അത് തന്നെ കേട്ടോ, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. ഡിഫെൻഡന്റ്. ഓക്കെ, then this is the year of publishing of the case law. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? KD കമ്മത്ത് വേഴ്സസ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് 1971 സുപ്രീം കോടതി പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഈ പാർട്ട്ണറാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് കൺട്രോൾ. അത് പാർട്ട്നേഴ്സിനെ തീരുമാനിച്ചതാണ്. എല്ലാ കൺട്രോളും ഒരാൾ. ബാങ്ക് അക്കൗണ്ട് ഓപ്പറേഷന് കാരണം എല്ലാം ഒരാൾ. എല്ലാം ഒരാൾ. പൈസ മേടിക്കുന്നു അയാൾ തന്നെ, എല്ലാം. അപ്പോൾ സാറേ എല്ലാം ഒരാൾ ചെയ്യുന്ന പിന്നെ എന്തിനാ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് ആണ് സാറേ, അത് പാർട്ട്ണർഷിപ്പ് ആണ് സാറേ. കാരണം നമ്മൾ പറഞ്ഞ എന്താ കേട്ടോ, ഇത് ആക്ച്വലി ഈ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ താഴെയാണ് ആക്ച്വലി വരേണ്ടിയിരുന്നത്. പക്ഷെ അത് ഒരു ഫർദറായിട്ട് പറഞ്ഞൊന്നും മാത്രം. ഓക്കെ, അതായത് സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം 2 മെയിൻ എസെൻഷ്യൽ എലിമെന്റ് അവിടെ ഉണ്ടായിരുന്നാൽ മതി. മെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണം. എന്തിനു വേണ്ടിയാ? ടു ഷെയർ ദ പ്രോഫിറ്റ് ആസ് വെൽ ആസ് ലോസസ് ഓഫ് ദ ബിസിനസ്. സാർ നമ്മുടെ ലോസസ് പഠിച്ചിട്ടില്ലോ, ഇത് ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ വേണം. പിന്നെ എന്ത് വേണം? ദിസ് വൺ, ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ, എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഈ സംഭവം അവിടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ സംഭവം അവിടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. പിന്നെ ഒരാൾ മാനേജ് ചെയ്യുന്നതോ 2 പേര് മാനേജ് ചെയ്യുന്നതോ ആർക്കും ഒരു വിഷയമല്ല. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ?